ചെറിയ അളവിൽ മയക്കുമരുന്നുമായി പിടിക്കപ്പെടുന്ന വ്യക്തികൾക്ക് ജാമ്യം നൽകണമെന്ന് പഞ്ചാബ് ഹരിയാന ഹൈക്കോടതിയുടെ സുപ്രധാന വിധി. നർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസസ് നിയമത്തിന് കീഴിലുള്ള ചെറിയ മയക്കുമരുന്ന് കേസുകൾ നിയമപാലകർ കൈകാര്യം ചെയ്യുന്ന രീതിയെ പുനർനിർമ്മിച്ചേക്കാവുന്ന ഒരു തീരുമാനമാണിത്. തോഫാൻ സിംഗ് വേഴ്സസ് തമിഴ്നാട് സംസ്ഥാനം, ഹരിയാന സംസ്ഥാനം വേഴ്സസ് സർബത് കുമാർ എന്നീ കേസുകളിലെ സുപ്രധാന കോടതി വിധിയും ജഡ്ജി ഉദ്ധരിച്ചു. NDPS ആക്ട് പ്രകാരം പോലീസ് ഉദ്യോഗസ്ഥർക്ക് നൽകിയ കുറ്റസമ്മതമൊഴികൾ വിചാരണയിൽ സ്വീകാര്യമല്ലെന്നും കോടതി വിധിച്ചു. ഹർജിക്കാരനിൽ നിന്നല്ല, മറിച്ച് പോലീസ് കസ്റ്റഡിയിലിരിക്കെ നിയമപരമായി തെളിവായി സ്വീകാര്യമല്ലാത്ത ഒരു പ്രസ്താവനയിൽ ഹർജിക്കാരനെ ഉൾപ്പെടുത്തിയ പ്രധാന പ്രതിയിൽ നിന്നാണ് കള്ളക്കടത്ത് കണ്ടെടുത്തതെന്നും കോടതി പറഞ്ഞു. 2023 ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിതയുടെ 1-ാം ഷെഡ്യൂൾ പ്രകാരം 3 വർഷത്തിൽ താഴെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റകൃത്യങ്ങളെ ജാമ്യം ലഭിക്കാവുന്ന കുറ്റകൃത്യങ്ങളായി തരംതിരിച്ചിട്ടുണ്ടെന്നും വിധിയിൽ വ്യക്തമാക്കി. SDPS നിയമപ്രകാരം ചെറിയ അളവിൽ ഹെറോയിൻ കൈവശം വച്ചതിന് 1 വർഷം വരെ ശിക്ഷ ലഭിക്കുന്നതിനാൽ കുറ്റകൃത്യം ജാമ്യം ലഭിക്കാവുന്ന വിഭാഗത്തിൽപ്പെടുന്നു. SDPS നിയമപ്രകാരമുള്ള ചെറിയ കുറ്റകൃത്യങ്ങൾ ജാമ്യം ലഭിക്കാവുന്നതാണെന്ന് അലഹബാദ്, കേരള, മുംബൈ എന്നിവിടങ്ങളിൽ നിന്നുള്ള ഒന്നിലധികം ഹൈക്കോടതി വിധികൾ ജഡ്ജി പരാമർശിച്ചു. മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങൾ വ്യാപകമായ പഞ്ചാബിലും ഹരിയാനയിലും പോലീസ് രീതികളിൽ ഈ തീരുമാനം കാര്യമായ സ്വാധീനം ചെലുത്തുമെന്നാണ് പ്രതീക്ഷ. നാഷണൽ ഡെസ്ക്, സി മലയാളം ന്യൂസ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം.